ഇനി അഹ്ലുബൈത്തിനോടുള്ള ദേഷ്യം, അഹ്ലുബൈത്തിനോട് വലിയ ദേഷ്യം. അഖ്താവ് ഇബ്നു തൈമിയ, ഇബ്നു തൈമിയയുടെ പിഴവുകൾ വിശദീകരിച്ചു. അത് അയാളെ കിതാബിൽ തന്നെ എടുത്ത് എഴുതിയതാ. നോക്കൂ നിങ്ങൾ, ഞാൻ അയാളുടെ കിതാബിൽ നിന്നുള്ള ഒരു ഉദ്ധരണി വായിക്കാം. അയാൾക്കൊരു കിതാബുണ്ട്, മിൻഹാജു സുന്നത്തിൻ നബവിയ്യ എന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്നു, കേട്ടോളൂ. മഹാനരായ സയ്യിദുനാ ഹുസൈൻ, ഹുസൈനാരെ കുറിച്ച് പറയാം. ഹുസൈനാരുടെ രക്തം വീണ മണ്ണ്, ആ മണ്ണിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. ഹുസൈനാരെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിലൊരു ഹദീസ് കൊണ്ടുവരികയാണ് ഇമാമിങ്ങൾ. എന്താ? ഇസ്തദ്ദ ഗളബുല്ലാഹി വഗളബി അലാ മൻ നറാഖ ദമ അഹ്ലി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അഹ്ലുബൈത്തിന്റെ രക്തം ഒഴുക്കിയവൻ, അവനോട് എനിക്ക് കടുത്ത ദേഷ്യമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്നു തൈമിയ ഈ വാക്കെടുത്തുകൊണ്ട് പറയാണ്, കലാമുൻ ലാ യൻഖുലുഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യുൻസിബുഹു ഇലൈഹി ഇല്ലാ ജാഹിലുൻ. ഈ വാക്കൊന്നും റസൂലിലേക്ക് ചേർക്കാൻ പാടില്ല. കാരണം ഹുസൈനാരെ ദമിനെന്താ അത്ര വലിയ പ്രത്യേകത എന്ന് ഇബ്നു തൈമിയ ചോദിക്കുകയാണ്. അയാൾ ചോദിക്കണുണ്ടില്ലേ, വലൗ കാന الرجل من أهل بيت النبي وأتى بما يبيح قتله أو قطعه كان ذلك جائزا بإجماع المسلمين. ഹുസൈനാരുടെ ദമ് എന്ന് പറഞ്ഞ എടുത്തുകൊണ്ടുവരുന്നത് കൊല ചെയ്യൽ അനുവദനീയമായ ഒരു പ്രവർത്തനം ഈ അഹ്ലുബൈത്തിൽ നിന്നുണ്ടായാൽ കൊല്ലുക തന്നെയല്ലേ വേണ്ടത്? ഇബ്നു തൈമിയ ചോദിക്കുകയാണ്, ഹുസൈനാരെ വിഷയത്തിലാണ് ചോദ്യം. അതായത് ഹുസൈനാര് കൂഫയിലേക്ക് പോയത് ആർക്ക് പറ്റിയിട്ടില്ല? ഇബ്നു തൈമിയക്ക് പറ്റിയിട്ടില്ല. അയാൾ അതാ പറയണത്, ആവശ്യമില്ലാത്ത പണിയെടുത്താൽ ഇതല്ലേ ഉണ്ടാകുക. ഇനി പിന്നെ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് മറ്റേ ഷിയാ ഫൈസി പറഞ്ഞത്, ആത്മഹത്യാപരമാണ്. തെറ്റ് ആരെ കയ്യിലാണ്? സയ്യിദുനാ ഹുസൈൻ, ഹുസൈനാരെ കയ്യിലാണ് തെറ്റ്. ഷിയാ ഫൈസി പറഞ്ഞതും യാ ഹുസൈൻ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പേരോട് പ്രഖ്യാപിച്ചതും ഇതൊക്കെ ഇബ്നു തൈമിയയുടെ വാദങ്ങളാണ്. അയാളാണ് ലോകത്തിത് കൊണ്ടുവന്നത്. ഈ വിഷയം വായിക്കുമ്പോൾ ഷിയാ ഫൈസിനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. തങ്ങൾ ഇജ്തിഹാദിൽ വന്ന അബദ്ധമാണെങ്കിലും വലിയ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉണർത്താതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയായ രാഷ്ട്രമാണ് യസീദിന്റെ നേതൃത്വത്തിൽ ഡമസ്കസ് തലസ്ഥാനമായി നടക്കുന്ന മുസ്ലിം ഭരണകൂടം. ലോക വൻശക്തികളെ കുഞ്ചിക്ക് പിടിച്ച് കിടുകിടാവർപ്പിച്ച ഭരണകൂടത്തിനോട് മല്ലിടാനാണ്, യുദ്ധം ചെയ്യാനാണ് പുറപ്പെടുന്നത്. നിരായുധരായ 72 ആളുകളെയും കൂട്ടിയിട്ട് ഈ പോയ പോക്ക് ആത്മഹത്യാപരമാണ്. അത് ചെയ്യാൻ പാടില്ല. ആത്മഹത്യാപരമാണ് എന്നാണ് ഷിയാ ഫൈസിയുടെ പ്രസംഗം വന്നത്. മാത്രല്ല, ആ ബൈത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ലീ ഖംസത്തുൻ നുത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർതല വബ്നാഹുമാ വൽ ഫാത്തിമ. അഹ്ലു ബൈത്തിനോട് വലിയ ദേഷ്യം വെച്ച് പുലർത്തിയ ആളായിരുന്നു ഇബ്നു തൈമിയ. അതാണ് അയാളെ കിതാബിലുടനീളം ഹുസൈനാരെ വിമർശിക്കുന്നത് കാണാം. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോവുക. 4ാമത്തെ വിഷയം സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അപ്പൊ പേരോട് പറഞ്ഞിട്ടില്ല, അലിയാർക്ക് ലോകത്തിന്റെ തദ്ബീർ നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഷിയാ വിശ്വാസമാണ്. അലി തങ്ങളോടുള്ള വെറുപ്പ്, ഈ വെറുപ്പിൽ നമ്പർ 1 ആണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയനെ കുറിച്ച് വെറുതെ പറഞ്ഞതല്ല ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. മറിച്ച് ഞാനൊന്ന് വായിക്കാം ഇബ്നു തൈമിയയുടെ മിൻഹാജു സുന്നത്തിൻ നബവിയ്യ
ഫീ നഖ്ലി കലാമി ശിഅത്തിൽ ഖദരിയ എന്ന കിതാബ് അലിയാരെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം ശരിക്ക് കേട്ടോളൂ. വലിയ ദേഷ്യത്തിലാണ് അയാളുള്ളത്. എന്താ പറഞ്ഞ് ഓരോ കാരണങ്ങൾ ഇങ്ങനെ നിരത്തുകയാണ്. അലിയാർ തങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതിൽ കാണാം അന്നല്ലാഹ ഖദ് അഖ്ബറ അന്നഹു സയജഅലു ലില്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വുദ്ദാ വആദാ വഅദും മിൻഹു സ്വാദിഖ് വമഅലൂമുൻ അന്നല്ലാഹ ഖദ് ജഅല ലിസ്സഹാബത്തി മവദ്ദതൻ ഫീ ഖൽബി കുല്ലി മുസ്ലിം ലാ സിയമാ الخلفاء رضي الله عنهم لا سيما أبو بكر وعمر فإن عامة الصحابة والتابعين كانوا يودونهما وكانوا خير القرون. ഇബ്നു തൈമിയ്യ പറയാ വലിയ വലിയ മഹാന്മാരാവുമ്പോൾ ഓർക്കൊരു വലിയ പ്രത്യേകത ഉണ്ടാവും. എന്താണത് എന്നറിയോ? മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരോട് വലിയ സ്നേഹം ഉണ്ടാവും, കാര്യപ്പെട്ട ആളുകളോട്. അതിനായത്തൊക്കെ ഓതിയിട്ട് പറയാ അയാൾ. നിങ്ങൾ നോക്കി, അലിയ മഹാനരായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇയാൾ പറയാ ഫഇന്ന ആമ്മത്ത സ്വഹാബ വത്താബിഈൻ, സ്വഹാബികളും താബിഈങ്ങളുമായ ആളുകൾ കാനൂ യവദ്ദൂനഹുമാ, സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും സ്നേഹിച്ചിരുന്നു. ഇബ്നു തൈമിയ്യ പറയാണ്. ഇനി അടുത്ത വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. വലം യകുൻ കദാലിക അലിയുൻ. ഇബ്നു തൈമിയ്യ പറയാണ് അലി അങ്ങനെയല്ല റളിയല്ലാഹു അൻ. ഫഇന്ന കസീറൻ മിനസ് സ്വഹാബത്തി വത്താബിഈന കാനൂ യുബ്ഗിദൂനഹു. അധിക സ്വഹാബികളും അധിക താബിഈങ്ങളും അലിയാരെ വെറുക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പച്ച നുണ കാച്ചിയാണ്. ലാ യുഹിബ്ബുക ഇല്ലാ മുഅ്മിൻ വലാ യുബ്ഗിദുക ഇല്ലാ മുനാഫിഖ് സദഖ റസൂലുള്ളാഹ്. അലിയാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ത്? ഓ അലി, മുത്തു റസൂലിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്നദ് അബൂ യഅലക്ക് എടുത്തു, അലി നിങ്ങളെ വെറുക്കുകയില്ല മുനാഫിക്കല്ലാതെ, നിങ്ങളെ ഇഷ്ടപ്പെടുകയില്ല മുഅ്മിനല്ലാതെ. എന്നിട്ട് ഈ ചങ്ങാതി ഉണ്ടല്ലോ ഇബ്നു തൈമിയ്യ, ഓൻ പറയാ എന്ത്? കസീറൻ മിനസ് സ്വഹാബ വത്താബിഈൻ കാനൂ യുബ്ഗിദൂനഹു. അധിക സ്വഹാബികളും അധിക താബിഈങ്ങളും അലിയാരെ വെറുക്കലായിരുന്നു. അപ്പൊ ഈ സ്വഹാബത്തൊക്കെ മുനാഫിക്കാന്നല്ലേ ഇവൻ പറയുന്നത്? വയസുബ്ബൂനഹു, അലിയാരെ ചീത്ത പറയുന്നവരായിരുന്നു. കണ്ടോ നിങ്ങൾ? അലിയാരോട് വലിയ ദേഷ്യായിരുന്നു അയാൾക്ക്. അലി റളിയല്ലാഹു അൻഹുവിന് തദ്ബീർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ബലി അടങ്ങാറാന്ന് കണ്ടില്ല നിങ്ങൾ? അതേ സ്വഭാവം. ഇനി അതിലും അപ്പുറത്ത്, അതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്ത് ഞാൻ വായിച്ചു തരാം. എവിടേക്കറെ ഇവനെങ്ങനെ ലോലും മുതില്ല എന്ന് പറഞ്ഞപ്പോഴേ ഇതെന്തോ ചെറിയ ചില്ലറ പ്രശ്നം കൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതാണ് എന്ന് വെക്കണ്ട. സ്വഹാബത്തിന് ഇങ്ങനെ താരതമ്യ പഠനമാണ് ഈ ചങ്ങാതി നടത്തുന്നത്. സിദ്ദീഖ് തങ്ങളി ഉമർ തങ്ങളി ഉന്നതിയിൽ കൊണ്ടുവരുന്ന എന്തിനാ? അലിയാരെ കൊച്ചാക്കാനാണ്. വേറൊരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഇയാൾ പറയട്ടോ, അബൂബക്കർ സിദ്ദീഖ് നല്ല ആളായിരുന്നു. അതിനാ പറയുന്നത്? അലിയാരെ മോശാക്കാൻ. എന്നിട്ട് പറയാണ് അബൂബക്കർ കാന മിൻ ജിൻസി മൻ ഹാജറ ഇലല്ലാഹി വറസൂലി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാനെയും റസൂലിനെയും ഉദ്ദേശിച്ച് ഹിജറ ചെയ്ത ആളും അതിനുവേണ്ടി ജീവിച്ച ആളുമാണ്. വഹാദ, ഈ ആൾ ആരെക്കുറിച്ച്? സയ്യിദുനാ അലി മൗലാ അലി റളിയല്ലാഹു അൻഹു. അലിയാരെ കുറിച്ച് ഈ പഹയൻ പറയാണ് ലാ യുസ്ബിഹു വഹാദാ ലാ യുസ്ബിഹു മൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സാദൃശ്യപ്പെടുത്താൻ പറ്റൂല. മൻ, ഒരുത്തനോട് കാന മഖ്സൂദുഹു ഇംറഅതൻ യതസവ്വജുഹാ, പെണ്ണിനെ ലക്ഷ്യം വെച്ച് നീങ്ങിയ ആളാണ്. നമുക്കത് പറയാൻ തന്നെ പറ്റൂല. ആരെക്കുറിച്ചാ പറയുന്നത്? സയ്യിദുനാ അലി. സിദ്ദീഖ് തങ്ങൾ ഉഷാറാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ച് നീങ്ങിയപ്പോ പെണ്ണിനെ വിവാഹം ചെയ്യാ എന്ന ലക്ഷ്യത്തിൽ നീങ്ങിയ ആളാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെന്ന് ഇബ്നു തൈമിയ്യ
അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. മിൻഹാജുസ് സുന്നിയ എന്ന കിതാബ് എടുത്ത് നോക്ക്. മിൻഹാജുസ് സുന്നത്തിൻ നബവിയ്യ എന്ന ഗ്രന്ഥം. എന്തിനാ ഇബ്നു ഹജർ തങ്ങളൊക്കെ ഖദലഹുല്ലാ അമലഹുല്ലാ, അയാൾക്കല്ല ശിക്ഷ കൊടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അതിഗബിയുൻ ജാഹിലുൻ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സംഭവങ്ങൾ അത്രയും ഭയാനകരമാണ്. കഴിഞ്ഞില്ല. ഇനി ഇബ്നു ഉമർ തങ്ങളുടെ നേരെ കുതിര കയറുന്നത് കാണാം. മജ്മുഉൽ ഫതാവയിൽ തന്നെ ആരാ ഇബ്നു ഉമർ? മുത്തബിഉസ് സുന്ന, മുത്തബിഉസ് സുന്ന, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ. മജ്മുഉൽ ഫതാവയിൽ ഇങ്ങനെ പറയാ, കേട്ടോളൂ. കദാലിക ഇബ്നു ഉമർ കാന യതഹറ അൻ യസീറ മവാദിഅ സൈരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തേക്ക് പോയാൽ ആ സ്ഥലത്തേക്ക് പോകാൻ ഇബ്നു ഉമർ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. വയൻസില മവാദിഅ മൻസിലി, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയിടത്തൊക്കെ ഇറങ്ങും. വയതവല്ല ഫിസ് സഫർ, യാത്രയിൽ ഒതുണ്ടാക്കും. ഹൈതു റആഹു യതവല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുണ്ടാക്കിയിടത്തൊക്കെ ആരും ഒതുണ്ടാക്കും. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വയസുബ്ബു ഫളല മാഇഹി അലാ ഷജറ സബ്ബ അലൈഹാ, അല്ലാഹുവിന്റെ റസൂൽ യാത്രയിൽ ഒതു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മരത്തിന് വെള്ളം പാരുന്നത് കണ്ടാൽ ഇബ്നു ഉമർ തങ്ങൾ അവിടെ വരുമ്പോൾ ആ മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയാം, വനഹ്വി ദാലിക് മിമ്മസ്തഹബ്ബഹു ത്വഇഫ മിനൽ ഉലമാ വലം യസ്തഹിബ്ബ ദാലിക ജംഹൂറുൽ ഉലമാ. ഇയാൾ പറയാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ഈ പ്രവർത്തനം ചിലർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, ഭൂരിപക്ഷ ആളുകൾക്കും ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാ സംഭവം. എന്നിട്ട് പറയാ, ലം യഫ്അലുഹു അകാബിറു സ്വഹാബ. എന്തിനാ ഇബ്നു ഉമർ അത് ചെയ്യുന്നത്? വലിയ വലിയ സ്വഹാബികൾ അവിടെ ഇല്ലേ, ഓല് ചെയ്തിനോ? കഅബീ ബക്കറിൻ വ ഉമർ വ ഉസ്മാൻ വ അലി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ചെയ്തിനോ? ഇബ്നു മസ്ഊദ്, മുആദ് ഇബ്നു ജമൽ. ആരെയാ ഈ ചോദ്യം ചെയ്യുന്നത്? സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എന്നിട്ട് അയാൾ അവിടെയൊന്നും നിർത്തിയില്ല. എന്നിട്ട് പറയാ, വലൗ റഅൗഹു മുസ്തഹബ്ബൻ ലഫഅലു, അത് സുന്നത്തായൊരു സംഭവമാണെങ്കിൽ ഈ സ്വഹാബികളിൽ ഉന്നതർ അവർ ചെയ്യൂലേ? ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും, ആ ശൈലിയിലാ ഇത്തിബാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഉമർ തങ്ങൾക്ക് എന്തൊരു ഇഷ്ടാ, സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്തൊരു ഇഷ്ടാണ്. ഈ പഹയനെ തിരിയോ? എന്നിട്ട് ലാസ്റ്റ് പറയുന്ന ഒരു വാക്കുണ്ട്, ഫലമ്മാ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ ഒരു സ്ഥലത്ത് നിസ്കരിക്കുന്നതായി കണ്ടാൽ അവിടെ പോയി അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിസ്കരിക്കും. എന്നിട്ട് ഓൻ പറയാ, തഖ്സീസു ദാലികൽ മകാന ബിസ്സലാത്തി മിൻ ബിദഇ അഹ്ലിൽ കിതാബ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ബിദഇയാക്കുകയാണ്. എന്തു ആക്കാലോ ഈ ചങ്ങാതിമാർക്ക്. ഇമാം പോകുന്നുള്ള പേടിയില്ലല്ലോ, പോയതല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അങ്ങനെ ചെയ്തത് ബിദഅത്താണ്, അഹ്ലി കിതാബ് ചെയ്ത ബിദഅത്താണ്. അല്ലത്തി ഹലകൂ ബിഹാ, അത് ചെയ്തിട്ടാണ് അഹ്ലു ബൈത്ത് നശിച്ചത്. വനഹൽ മുസ്ലിമീന അനി തശബ്ബുഹി ബിഹിം, മുസ്ലിമീങ്ങളോട് അഹ്ലി കിതാബിന്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് തുടരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇത് ചെയ്തത്? ففاعل ذلك متشبه بالنبي صلى الله عليه وسلم في السورة ومتشبه باليهود والنصارى. അയാളെ നേരെ ഗ്രന്ഥ മജ്മുഉൽ ഫതാവ. ദാ മറ്റേ ചങ്ങായി പറഞ്ഞു, കൈപ്പടയിൽ കണ്ടിട്ടില്ല. ഇബ്നു തൈമിയ ന്യായീകരിക്കുമ്പോൾ വെറുതെയാണോ ചൂടായി പോകുന്നത്? ഇബ്നു ഹജർ തങ്ങള് പേജുകൾ കണ്ടില്ലേ, അവന്റെ വാക്കിന് ഒരു വിലയുമില്ല. വലിച്ചെറിയണം അവന്റെ വാക്കിനെ. അവൻ മുബ്തദിയാണെന്ന് ഉറപ്പിച്ചോളണം. എന്തിനായി പറയുന്നത്? എന്താണ് ആ വാക്കൊക്കെ? ഇബ്നു ഉമർ തങ്ങളെ കുറിച്ച് പറയാം. ഇത് ചെയ്യുന്ന ഇബ്നു ഉമർ തങ്ങള് രൂപത്തിൽ റസൂലിനെ പിൻപറ്റിയാണ്. മുത്തശബ്ബിഹുൻ ബിൽ യഹൂദി വന്നസാറ, യഥാർത്ഥത്തിൽ ജൂത നസാറാക്കളോട് പിൻപറ്റുന്ന ആളാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. നോക്കൂ നിങ്ങൾ, അലിയാരെ കുറിച്ച് പറഞ്ഞ വാക്ക്, ഇബ്നു ഉമർ തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്ക്.
അലിയാരെ തങ്ങളെ സ്വഹാബത്ത് മുഴുവൻ വെറുക്കുകയാണെന്ന് പച്ച നുണ കാച്ചിയാണ്. സ്വഹാബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സയ്യിദുന അലി. കാരണം അവിടെ ഏറ്റവും സ്നേഹം പ്രകടിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വെറുതെ ഇബ്നു തൈമിയെ ഒരു അണു അളവ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എത്ര വലിയ വാദമാണ് ഇയാൾ കൊണ്ടുവന്നത്. ആ കാലത്തെ മഹാനരായ അബുൽ ഹസനു ഷാദുലി തങ്ങളെ എതിർത്തു, മാറി പോയില്ല. അതൊക്കെ എതിർത്ത് അയാളങ്ങനെ കടന്നു. ഇബ്നു ഉമർ തങ്ങളെ ജൂതനസാറാക്കളെ കൂട്ടത്തിൽപ്പെടുത്തി അലിയാരെ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി വന്ന ആളെ കൂട്ടത്തിലാക്കി. അലിയാരെ ഈമാൻ തന്നെ ശരിയായിനോ എന്ന് ഇയാൾ സംശയിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് കുട്ടികളുടെ ഈമാൻ ശരിയാവൂല എന്നാണല്ലോ ഇയാളെ അഭിപ്രായം. അപ്പൊ കുട്ടിയായ കാലത്ത് ഈമാനിലായ ആളാണ് അലിയാര് തങ്ങൾ, അതുകൊണ്ട് അത് ചെക്ക് ചെയ്യണമെന്നാണ്. ഇവനൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാ, ഏത് നരകത്തിൽ അവനിട്ടാലാ ഇതിന്റെ ശിക്ഷ തീരുക? എന്നിട്ട് കുറ്റിയാടിക്കാരനെ സപ്പോർട്ട് ചെയ്യുമ്പോ ഓൻ ചെയ്യുന്ന തോന്നിവാസം എന്താ? നിങ്ങൾ ചൂടാകുന്നുണ്ടല്ലോ, പാരടികാൻ ഇറക്കി. എന്താ ഇത് നിങ്ങൾക്ക് മനസ്സ് വരാത്ത?